മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരൻ നിയന്ത്രിക്കാനും കെമിക്കലുകളൊന്നും ഉപയോഗിക്കാതെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന 5 നാച്ചുറൽ ഹെയർ ടിപ്സുകളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. പക്ഷേ അവസാനം കാണിക്കുന്ന ഈ ഒരു ഹെയർ പാക്കാണ് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ്. അതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ എല്ലാവർക്കും വിനയാസ് വേഡിലേക്ക് സ്വാഗതം. ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 സ്പൂൺ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരിയില്ല, അത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിത് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഓൾ നൈറ്റ് ഇരുന്ന് കുതിരാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇതൊന്ന് കുതിരാനായിട്ട് വയ്ക്കണം. അപ്പോൾ ഇതേ ഞാനിതൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. നമ്മൾ സാധാരണ അരി കഴുകിയ വെള്ളം വെറുതെ സിങ്കിലേക്ക് കളയാറാണ് പതിവ്, അല്ലേ? അല്ലെങ്കിൽ പിന്നെ ചെടിക്കൊക്കെ ഒഴിക്കുമായിരിക്കും, അത്ര തന്നെ. അതല്ലാണ്ട് അതിൽ കൂടുതലൊന്നും ആരും ചെയ്യാറില്ല. എന്നാൽ അരി കഴുകിയ വെള്ളത്തിൽ അമിനോ ആസിഡുകൾ, വൈറ്റമിൻ, ധാതുക്കൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഞാൻ 2-3 തണ്ട് കറിവേപ്പില ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം, അതായത് അരി കഴുകിയ വെള്ളം ഒന്ന് ഊറ്റി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എന്നിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് എടുക്കണം. അപ്പോൾ കുറച്ചേ ഉള്ളെങ്കിലും ഇതുപോലെ നമുക്കൊന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ. ഇത് നമുക്കൊന്ന് അരിച്ചിട്ട് എടുക്കാം. കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ തലമുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറം നിലനിർത്തും. അതായത് അകാല നിര കുറയ്ക്കും. പിന്നെ വേഗത്തിലുള്ള ഒരു മുടി വളർച്ച ഉണ്ടാകും. കറിവേപ്പിലയിലെ പ്രോട്ടീനും ബീറ്റാ കരോട്ടിനും മുടിക്ക് ആവശ്യമായ പോഷണം നൽകി പുതിയ മുടികൾ വേഗത്തിൽ വളരാനായിട്ട് സഹായിക്കുന്നു. പിന്നെ താരനും ചൊറിച്ചിലും ഒക്കെ മാറ്റുന്നു. കറിവേപ്പിലയ്ക്ക് ആൻറ്റി ഫംഗൽ ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതിങ്ങനെ തല ഓട്ടിയിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇൻഫെക്ഷനുകളൊക്കെ കുറച്ചിട്ട് തലയുടെ ചൊറിച്ചിലൊക്കെ മാറിയിട്ട് തലയോട്ടി നല്ല ക്ലീൻ ആകാൻ സഹായിക്കും. പിന്നുള്ളത് നല്ല തിളക്കം കിട്ടും മുടിക്ക്. ആ തിളക്കമാണെന്നറിയാമോ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ? അരിവെള്ളത്തിലെ ഇനോസിറ്റോൾ മുടിയുടെ കേടുപാടുകളൊക്കെ പരിഹരിച്ച് ആർത്ത് വളരാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ല തിളക്കവും മൃദുത്വവും നൽകാൻ സഹായിക്കും. ഇനി രണ്ടാമത്തെ ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആര്യവേപ്പിലയാണ്. ആര്യവേപ്പിലയൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇഷ്ടം പോലെ കാണപ്പെടുന്ന ഒന്നാണല്ലോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ആര്യവേപ്പിലയ്ക്ക്. അപ്പോൾ ഇതാ ഞാൻ ഒരു 2-3 തണ്ട് ആര്യവേപ്പില ഇതുപോലെ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 സ്പൂൺ ഉലുവയാണ്. ഉലുവയുടെ മഹത്വം ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ വേണ്ടത് കരിഞ്ജീരകം. അപ്പോൾ ഉലുവയും കരിഞ്ജീരകവും ആര്യവേപ്പിലയും, ഈ 3 വസ്തുക്കൾ നമുക്ക് എന്തുമാത്രം നമ്മുടെ മുടിയിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒപ്പം തന്നെ 3-4 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് ഒരു 5 മിനിറ്റ് എങ്കിലും നിന്ന് തിളയ്ക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ആര്യവേപ്പില, ഉലുവ, കരിഞ്ജീരകം എന്നിവ ഒരുമിച്ച് ചേർത്ത് ഇതുപോലെ തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നത് മുടിയുടെ ആരോഗ്യത്തിനും തലയോട്ടിയുടെ ആരോഗ്യത്തിനും മുടിയുടെ വളർച്ചയ്ക്കും ഏറ്റവും മികച്ച പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഔഷധമാണ്. ഇവ 3ലും അടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ പ്രോട്ടീൻ ഘടകങ്ങൾ മുടിയെ വേരുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതായത് താരനും തലയോട്ടിയിലെ ചൊറിച്ചിലുമൊക്കെ പൂർണ്ണമായിട്ടും മാറുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, പുതിയ മുടി വളരാൻ സഹായിക്കുന്നു, മുടിക്ക് നല്ല തിളക്കവും ഉള്ളുമൊക്കെ നൽകുന്നു. അതുപോലെ അകാല നര കുറയ്ക്കാനും സഹായിക്കും. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഇത് വെള്ളം ഉപയോഗിച്ച് നമ്മുടെ മുടി ഒന്ന് കഴുകിയാൽ മതി കുളിച്ചതിന് ശേഷം. വെള്ളം അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന ഈ വേസ്റ്റ് ഉണ്ടല്ലോ, ആര്യവേപ്പിലയും കരിഞ്ജീരകവും ഉലുവയും ചേർന്ന് ഇത് നമ്മൾ ഒരു മിക്സിയിലിട്ടിട്ട് ആ വെള്ളം അല്പം ഒഴിച്ചു കൊടുത്ത് ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചിട്ട് എടുക്കാം കേട്ടോ. ഇത് കളയാനായിട്ട് നിൽക്കേണ്ട. സാധാരണ നമ്മളിതിങ്ങനെ ചെയ്തിട്ട് കളയാറാണ് പതിവ്, അല്ലേ? പക്ഷേ ഇത് കളയണ്ട. ഇതിങ്ങനെ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യട്ടെ. ഈ മിക്സ് നമ്മുടെ മുടി ഇഴകളിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ഹെയർ മാസ്ക് കൊണ്ട്. ഇത് പ്രത്യേകിച്ചും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, വേരുകൾക്ക് നല്ല ബലം നൽകിയിട്ട് മുടിയെ നന്നായിട്ട് വളർത്താൻ സഹായിക്കും. ഉലുവയിലും കരിഞ്ജീരകത്തിലും അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനും ഫാറ്റി ആസിഡും ഒക്കെ ഈ വെളിച്ചെണ്ണയുമായിട്ട് ചേരുമ്പോൾ മുടിയുടെ വേരുകൾക്കാണ് ബലം നൽകുന്നത്. അതുപോലെ മുടിക്ക് നല്ല ഉള്ളും കട്ടിയും ഒക്കെ നൽകുന്നു. അതുപോലെ തന്നെ താരന്, തലയോട്ടിലുണ്ടാകുന്ന ചൊറിച്ചിൽ, അങ്ങനെയൊക്കെയുള്ള ഇൻഫെക്ഷനുകളെല്ലാം മാറാനായിട്ട് സഹായിക്കും. പിന്നെ അകാല നര, ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കെമിക്കലിൻ്റെയും ആവശ്യമേ വരുന്നില്ല. നമ്മൾ ഇന്നത്തെ കാലത്തെ യുവതലമുറകളെല്ലാം കെമിക്കലുകളുടെ പുറകെ ഓടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ നമ്മുടെ വരണ്ട മുടിയൊക്കെ മാറ്റിയിട്ട് മുടിക്ക് നല്ല തിളക്കവും തിക്നെസ്സും ഒക്കെ നൽകുന്നു. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ടിപ്സുകളെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇന്നത്തെ തലമുറകളൊന്നും ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാറില്ല. അവരെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്ന കെമിക്കലുകളുടെ പുറകെയാണ് പോകാറുള്ളത്. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ കൈക്ക് 1 പിടി
ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ളൊരു സംഭവമാണ് ചെറുപയർ അല്ലേ. അപ്പം ഇനി ഇതിനകത്തേക്ക് ഞാൻ 2 സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഉലുവയും ചെറുപയറും ഇത് രണ്ടും നമ്മുടെ മുടിക്ക് എത്രമാത്രം ബെസ്റ്റാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഈ ഉലുവയും ചെറുപയറും വേണ്ട ഞാനൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു പാൻ ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചു. എന്നിട്ട് ഞാൻ ഈ ഉലുവയും പയറും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ കരിഞ്ഞൊന്നും പോവരുത്. അതിൻ്റെ ആ ഒരു പച്ചനിറം ഒന്നും അധികം മാറാത്ത രീതിക്ക് സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാൻ. നമുക്കിത് ഒന്ന് പൊടിച്ച് കിട്ടണം നല്ലതുപോലെ. അപ്പോൾ ആ ഒരു പരുവത്തിന് ഒട്ടും തന്നെ കളർ മാറ്റം ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഈ ഒരു പരുവായപ്പോഴത്തേക്കിനും ഒന്ന് ഏകദേശം ഒന്ന് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അല്പം തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. കാരണം നല്ല ചൂടോട് കൂടിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല. എന്നാൽ തീരെ തണുത്താലും നമുക്കത് കറക്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാൻ പരുവത്തിനുള്ള ഒരു ചൂടാകുമ്പോൾ ഇതുപോലെ നമുക്ക് മിക്സിയിലോട്ട് ഇട്ടിട്ട് ഇതൊന്ന് നല്ലതുപോലെ പൊടിച്ച് പൗഡർ രൂപത്തിൽ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റോർ ചെയ്തിട്ട് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. കുറച്ചേറെ പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഷാമ്പു ആണെന്ന് വേണമെങ്കിൽ പറയാം. കെമിക്കലുകൾ അടങ്ങിയ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് ഒത്തിരി നല്ലതാണ്. ഇതുപോലൊന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഈ ഒരു പൗഡർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മുടി നല്ല സിൽക്കി ഷൈനി ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. തലയൊട്ടിയൊക്കെ നല്ലതുപോലെ എന്താ പറയുക ക്ലീൻ ആകും. അപ്പോൾ ഈ പൊടി നമുക്ക് പല തരത്തിലും ഉപയോഗിക്കാം കേട്ടോ. ഇത് ഒരു കെമിക്കൽ രഹിത നാച്ചുറൽ ക്ലെൻസറാണ്. അപ്പോൾ ഈ പൊടിയിൽ സിപ്പോണിൻ എന്ന് പറഞ്ഞ ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട്. ഇത് കെമിക്കൽ ഷാമ്പു പോലെ തന്നെ തലയോട്ടിയിലെയും മുടിയിലെയും അഴുക്കും അധികമായിട്ടുള്ള എണ്ണമയും ഒക്കെ വൃത്തിയാക്കി നല്ല ക്ലീനാക്കി തരാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പേരയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒത്തിരി മൂത്തതല്ലാതെ ഒരു തീരെ കുരുന്നും അല്ലാത്ത രീതിയിലുള്ള ഇതുപോലുള്ള ഇല എടുക്കുക കേട്ടോ. ഒരു ഇടത്തരം ഇല എടുക്കുക, ഒരു പിടി മതി. എന്നിട്ട് അത് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാവേ. നിങ്ങൾക്കറിയാമോ, പേരയില കൊണ്ടും നമുക്ക് മുടിയെ വളർത്താൻ പറ്റും. മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ളൊരു പരിഹാരമാണ് പേരയില. അപ്പം ഈ പേരയിലയിൽ ഇതിൻ്റെ നീര് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു നീരെടുത്തിട്ട് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലിൽ ആക്കി മുടി ഇഴകളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിൽ ഈ വൈറ്റമിൻ ബി, വൈറ്റമിൻ സി എന്നിവയൊക്കെ നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ്. ഇത് മുടി കൊഴിച്ചിൽ നിർത്തുന്നു, വേഗത്തിൽ മുടി വളരാൻ സഹായിക്കുന്നു, അതുപോലെ തലയൊട്ടിയിലെ ഇൻഫെക്ഷനുകളൊക്കെ മാറ്റുന്നു. മുടിക്ക് നല്ല അടിപൊളി ഒരു സംരക്ഷണം, ഒരു കോട്ടിങ് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. വിരലിൻ്റെ തുമ്പ് കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കൊടുക്കുകയും കൂടെ വേണം. ഇത് പിന്നെ വെള്ളം ഒഴിച്ച് കഴുകി കളയണമെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ മുടിയിരിക്കും, നല്ല ഷൈനിങ് ആയിരിക്കും കേട്ടോ. ഇത് ഒന്ന് പുരട്ടി കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ എന്നാ ഒരു ഷൈനിങ് ആണെന്നറിയാമോ മുടിക്ക്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെ ഒന്ന് കുറച്ചുണ്ടാക്കി നിങ്ങൾ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇനി പേരയിലയുടെ ഈ ഒരു ജ്യൂസ് വെച്ചിട്ട് ഒരു കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് ആ ഷാമ്പു ഈ വെള്ളത്തിലേക്ക് അല്പം കലർത്തി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ഷാമ്പു ഉപയോഗിക്കുകയാണെങ്കിലും സാധാ ഷാമ്പു ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ല ഒരു എഫക്റ്റ് കിട്ടും. നിങ്ങളുടെ മുടിക്ക് നല്ല സിൽക്കി ഷൈനി ആയി കിടക്കും, നല്ല കറുത്ത നിറം കിട്ടും. അപ്പം നിങ്ങൾ വെറുതെ ഷാമ്പു ഡയറക്റ്റായിട്ട് തേക്കാതെ ഇതുപോലൊന്ന് ഇനി ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. ഇനി നേരത്തെ പൊടിച്ച് വെച്ച ചെറുപയറും ഉലുവയും കൂടിയുള്ള ആ ഒരു പൗഡർ 1 സ്പൂൺ എടുക്കുക, 1-2 സ്പൂൺ എടുക്കുക നിങ്ങളുടെ മുടിയുടേതനുസരിച്ച്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പേരയിലയുടെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലൊരു അടിപൊളി ഹെയർ പാക്കാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സൂപ്പർ ഹിറ്റ് ഹെയർ പാക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു ഷാമ്പൂവിൻ്റെ എഫക്റ്റാണ് കേട്ടോ നൽകുന്നത്. നമുക്കിനി കെമിക്കലുകൾ അടങ്ങിയ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കേണ്ട. ഇതുപോലെ കുറച്ചുണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതിങ്ങനെ കുറേശ്ശെ എടുത്ത് നിങ്ങളുടെ മുടി ഇഴകളിൽ ഒരു പേസ്റ്റ് പോലെ ആക്കി അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു 10-15 മിനിറ്റിന് ശേഷം നിങ്ങൾ നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി. നിങ്ങളുടെ മുടിയുടെ എല്ലാത്തിനും ഉള്ളൊരു പരിഹാരമാണ്. മുടിയുടെ ഏത് തരം പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ് കേട്ടോ ഈ ഒരു മിക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ തലയോട്ടി എല്ലാം നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ട് മുടിക്ക് നല്ല തിളക്കം കിട്ടും, മുടി നന്നായിട്ട് വളരാൻ സഹായിക്കും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും മുടിയെ, ചകിരിച്ചോറ് പോലെയുള്ള മുടി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു പായ്ക്കൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സുകളെല്ലാം തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ളതാണ്, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്, നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ടാണ്
ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.